Hello everyone, welcome to another new beautiful episode of My Small World. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്, ഒരു വെറൈറ്റി ഡിഷാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഡിഷിൻ്റെ പേര് ചക്ക പ്രോൺസ് മാംഗോ ടിഫിൻ. അപ്പോൾ ചക്ക പ്രോൺസ് മാംഗോ ടിഫിൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ ചക്ക, ഇത് ആക്ച്വലി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണ്. നമ്മൾ ഉപ്പിട്ട് വേവിച്ച ചക്കയാണ്. പിന്നീട് വേണ്ടത് തേങ്ങ ആവശ്യത്തിന്. ചക്കയ്ക്ക് ഏകദേശം ഒരു 1.5 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ്, വറ്റൽ മുളക്, ചെറിയുള്ളി, നമുക്ക് പ്രോൺസിനും വേണം ചക്കയ്ക്കും വേണം, ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഒരു മാങ്ങയുടെ ഒരു വലിയ പീസ്, വലിയ സൈഡിലെ ഒരു പീസ് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ജീരകം, കുരുമുളക് ചതച്ചതാണ്, പൊടിയല്ല ചതച്ചതാണ്. പിന്നെ നമ്മുടെ കടുക്, ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി മുളക്. പിന്നീട് നമുക്ക് കറിവേപ്പില, 2 പച്ചമുളക്, ഇത് ചക്കയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കറിവേപ്പിലയൊക്കെ 2 സാധനങ്ങൾക്കും വേണമല്ലോ. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ്. പിന്നെ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പ്രോൺസ്. ഇപ്പോൾ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്, നമുക്കത് ചെയ്യുന്ന വഴി നോക്കാം എന്തൊക്കെയാണ് എന്തിനൊക്കെ വേണ്ടത്. ആദ്യമായിട്ട് തന്നെ നമ്മുടെ പ്രോൺസിന് ഒരു മിക്സ്ചർ ഉണ്ടാക്കാം. പ്രോൺസ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിക്സ്ചർ, അത് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിനകത്താണ് ഉണ്ടാക്കുന്നത്. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഇതൊരു നല്ല വലുപ്പമുള്ള ഒരു മാങ്ങയുടെ പകുതി, വലിയ പീസിൻ്റെ ഒരു പീസാണ്, ഹാഫ് സൈഡാണ്. പിന്നെ മാങ്ങ അപ്പം ഇട്ടു, പച്ചമാങ്ങയാണ്, വലിയ പുളിയില്ലാത്ത മാങ്ങ, അത് അത്യാവശ്യം പുളിയുണ്ട്. പിന്നെ കുറച്ച് ചുവന്നുള്ളി, ഏകദേശം ഒരു 7-8 ചുവന്നുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില, ഒത്തിരി വേണ്ട, കുറച്ച് കറിവേപ്പില മതി. പിന്നീട് നമ്മൾ ഒരു 10-15 കാന്താരി മുളക് നമ്മൾ ഇതിനകത്തോട്ട് ഇടുന്നുണ്ട്. പിന്നീട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. പിന്നീട് ഒരു 6-7 അല്ലി വെളുത്തുള്ളി, അതുകൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ, അര വേണേൽ ഒരു 1 ടീസ്പൂൺ ഉപ്പാണ്, നമ്മൾ ഇത്രയും പ്രോൺസ് ഉണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് തിളപ്പിച്ചാറിച്ച വെള്ളവും കൂടെ, കുറച്ച് ഇതൊന്ന് അരയാൻ വേണ്ടി മാത്രം ഇതൊഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പ്രോൺസിലേക്ക് പുരട്ടി വെക്കാനുള്ള അത് നമുക്ക് ചേർത്ത്, ഈ പ്രോൺസ് ഏകദേശം ഒരു 1/2 കിലോ പ്രോൺസ് ഉണ്ട് കേട്ടോ. അത് വലിയ പ്രോൺസ് ആണ്. നമ്മുടെ മിക്സ്ചർ നമ്മുടെ പ്രോൺസിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുകയാണ്. അത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അപ്പോൾ നമുക്ക് പിന്നെ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് പിന്നെ കറിയിൽ ഇത് നമ്മളൊരു ഫ്രൈ ചെയ്ത് ഒരു ചെറിയൊരു സെമി ഗ്രേവി ആകുന്ന പരുവത്തിൽ ആക്കിയെടുക്കുന്നുണ്ട്. അന്നേരം ചെയ്യാം. നമ്മൾ പ്രോൺസിൻ്റെ തല ഫുള്ളായിട്ട് കളഞ്ഞു, പക്ഷെ നമ്മുടെ വാല് ഞാൻ വെച്ചിട്ടുണ്ട്. ആണ് ഈ ചെറിയ കറുത്ത് കാണുന്നത്. നൂലൊന്നുമല്ല, നൂല് 2 സൈഡും നല്ല വൃത്തിക്ക് പ്രോൺസ് എടുക്കുമ്പോൾ പ്രത്യേകം നൂല് 2 സൈഡിലും കളയേണ്ടതാണ്. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക, ഇത് നല്ലപോലെ ഒന്ന് ബൈൻഡ് ചെയ്യാൻ. എന്നിട്ട് ഇത് നമുക്കിത് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെച്ചേക്കാം. നമ്മുടെ ഇത് പ്രോൺസ് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ആണ്. ഫ്രിഡ്ജിനകത്ത് വെച്ചാലും കുഴപ്പമില്ല. നമ്മുടെ അടുപ്പയിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വേവിച്ച ചക്ക, സ്വല്പം ഉപ്പിട്ട് വേവിച്ച ചക്കയാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ചക്ക വളരെ ഗുണമുള്ള ഒരു സാധനമാണ്, എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ. ക്യാൻസറിനും ഒക്കെ ഭയങ്കര പ്രൂണായിട്ടുള്ള സാധനമാണ്. പിന്നീട് ഡയബറ്റിക്സ് ഉള്ള ആൾക്കാർക്കും വളരെ നല്ലതാണ്. ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഒരു ഫ്രൂട്ടാണ്, എന്നാൽ ഭയങ്കര ഫില്ലിങ്ങുമാണ്. നമ്മുടെ ചക്കയൊന്ന് ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ചക്കയ്ക്കുള്ള അരപ്പെടുക്കാം. ഒരു 3-4 വെളുത്തുള്ളി, അത് നമ്മൾ മിക്സിക്കകത്തിട്ട് കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞു വെച്ചേക്കുന്നത് അതുകൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് നമുക്ക് ചേർക്കേണ്ടത്
ജീരകം 1 ടീസ്പൂൺ ജീരകം ചേർക്കുകയാണ്. പിന്നെ കുരുമുളക് നമുക്ക് അവസാനം ചേർത്താൽ മതി, കാരണം അത് ഓൾറെഡി ചതച്ച് വെച്ചേക്കുന്ന കുരുമുളകാണ്. പിന്നീട് നമുക്ക് ചേർക്കേണ്ടത് തേങ്ങ നമ്മൾ ഏകദേശം ഒരു 1.5 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി, ഈ സാധനങ്ങളെല്ലാം അരയണ്ട. അതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പും കൂടെ ചേർത്ത് സ്വല്പം വെള്ളവും കൂടെ ചേർത്ത് നമ്മളൊന്ന് ചതച്ചെടുക്കുകയാണ്. ഓൾറെഡി ചക്കയ്ക്കകത്ത് ഉപ്പുണ്ട്, അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് മതി. കുറച്ച് നമുക്ക് ഇതുകൂടി ഇട്ട് കൊടുക്കാം, കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ. അത് കുറച്ച് മതി, ഒരു 2-3 കുഞ്ഞുള്ളിയുടെ ഇത് മതി. ഒരു സ്വല്പം വെള്ളവും കൂടെ ചേർത്ത് അതൊന്ന് ചതച്ചെടുക്കുക. ചക്ക ഇപ്പം നല്ലപോലെ ചൂടൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് തീ കുറച്ചതിന് ശേഷം ഇച്ചിരി അരപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ്, വേവിച്ച ചക്ക ആയതുകൊണ്ട് അധികം വേവൊന്നും വേണ്ട, 2 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് നമുക്ക് പിന്നെ കടുക് പൊട്ടിച്ചെടുക്കാം. നമുക്കിത് ചൂടാകാൻ വേണ്ടി കുറച്ച് മിക്സിയും കൂടെ ഇച്ചിരി സ്വല്പം വെള്ളവും കൂടെ ചേർത്ത് അതിനോടൊപ്പം തന്നെ ചതച്ച് വെച്ചേക്കുന്ന കുരുമുളക് ഒരു 1/4 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കിതൊന്ന് വെന്തോട്ട് അടച്ച് വെച്ച് നമുക്കിതൊന്ന് കൊത്തി വെച്ച് വേവിക്കാം. നമ്മുടെ ചക്ക നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ആയിക്കോട്ടെ ഒരു 2 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോൺസ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് ചക്കയിലോട്ട് വരാം. ഇനി നമ്മുടെ പ്രോൺസിന് വേണ്ടിയിട്ടൊരു പാത്രം നമ്മൾ വെച്ചിട്ടുണ്ട് അടുപ്പിൽ. ഇനി നമ്മുടെ പ്രോൺസ് നോക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 20-25 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ആ വെളിച്ചെണ്ണ കട്ടിയായതാണ് ഈ കാണുന്നത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി എണ്ണ വേണ്ട, ഒരു ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. അടുപ്പൊന്ന് ചൂടായിക്കോട്ടെ, എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മുടെ അടുപ്പ് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ വെളിച്ചെണ്ണ നമുക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി വെളിച്ചെണ്ണ വേണ്ട, ഷാലോ ഫ്രൈ ചെയ്യാം. ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ പ്രോൺസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ചക്ക നമ്മൾ ഓഫ് ചെയ്തിട്ടേക്കുകയാണ്. നമ്മുടെ പ്രോൺസിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് ചക്കയിലോട്ട് പോകാം. നമ്മുടെ അരപ്പും ഫുള്ളായിട്ട് പ്രോൺസിലോട്ട് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. ഇതൊരു ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. മൂത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ആ കളർ വ്യത്യാസം വലിയായിട്ട് അറിയത്തില്ല. മൂത്ത ക്രിസ്പിനെസ് നമുക്ക് കാണാം. ബിക്കോസ് നമ്മുടെ മസാല മഞ്ഞ കളറാണല്ലോ, എല്ലാം മാങ്ങായും മഞ്ഞൾപ്പൊടിയും ഇല്ല, നമ്മൾ ചുവന്ന മുളക് യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നമുക്കിത് പ്രോൺസ് നമുക്ക് ഈ ഓറഞ്ച് കളർ കണ്ടോ, അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റേ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
നമ്മുടെ പ്രോൺസ് മറുവശം മൂത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് കാണാം നമ്മുടെ എണ്ണയിലാണെങ്കിൽ നല്ലപോലെ അരപ്പ് മൂക്കുന്നുണ്ട്. എണ്ണയിൽ നമുക്ക് അരപ്പൂടെ കാണാവുന്നതാണ്. ഇനി മറ്റേ സൈഡും കൂടെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യം പകുതി മൂപ്പായപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മണ്ടക്കിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. മുകളിലോട്ട് അതുകൂടെ ഒന്ന് മൂക്കണം. ഇപ്പം നമ്മുടെ മറുവശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ തീ ഒന്ന് കുറച്ചിടാം. മറുവശവും കൂടെ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി മൂത്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഒന്നുകൂടെ തിരിച്ചിട്ടതിന് ശേഷം തീ കുറച്ചിട്ടേക്കാണ്. ഇപ്പം നമ്മളിപ്പോൾ തീ കുറച്ചിട്ടേക്കാണ്. നമുക്കിപ്പോൾ വളരെ കുറച്ച് എണ്ണ മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് തന്നെ ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിനകത്ത് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം നമ്മുടെ മീനിലുള്ള ഉപ്പ് കറക്റ്റാണ്. അതിന് ശേഷം നമുക്ക് ഈ തേങ്ങാപ്പാൽ ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തീ കുറച്ചിട്ടതിന് ശേഷം തേങ്ങാപ്പാലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പറ്റണം. നമുക്ക് ലാസ്റ്റിലായിട്ട് ഇത് വറ്റി വരുന്നതിന് മുമ്പേ ചതച്ച് വെച്ചേക്കുന്ന ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിനകത്തോട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് തേങ്ങാപ്പാൽ വറ്റി വരുമ്പോൾ കറക്റ്റ് നമ്മുടെ പ്രോൺസ് കറക്റ്റ് വരുവായിട്ട് വരും. നമ്മുടെ പ്രോൺസ് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് ആ തേങ്ങാപ്പാൽ ഈ പ്രോൺസിനോട് ചേരണം. അന്ന് ജസ്റ്റ് ഒന്ന് പറ്റി വരണം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചക്കയ്ക്കൊന്ന് കടുക് വറക്കാം. നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടി നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചൂടായി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടട്ടെ. നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് കുഞ്ഞുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. കുഞ്ഞുള്ളിയും ഇനി നമുക്ക് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ കറിവേപ്പില ഇടുകയാണ്. ഒരു 3 വറ്റൽമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരാം. അപ്പം നമ്മുടെ ഇത് മൂപ്പിച്ച സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചക്ക ഒന്ന് അടുപ്പിലോട്ട് ഒന്നുകൂടെ ഒന്ന് വെച്ചതിന് ശേഷം ഇളക്കിയതിന് ശേഷം നമ്മുടെ ഈ മൂപ്പിച്ച സാധനം ചേർക്കാം. ചക്ക ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ചക്കയുടെ അരപ്പെല്ലാം നല്ലപോലെ ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന വറവിൽ ഇതിനകത്തോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് ചേർത്തെടുക്കാം. എല്ലായിടത്തും എത്തുന്ന പോലെ. അപ്പോൾ ഇത് നല്ലപോലെ ചേർത്തിളക്കിയിട്ടുണ്ട്. നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രോൺസ് നല്ല പിടിച്ച് തേങ്ങാപ്പാലും എണ്ണയെല്ലാം കൂടെ നല്ലപോലെ പിടിച്ച് നല്ലൊരു ഗ്രേവി പരുവത്തിൽ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ടിഫിനാക്കി പ്ലേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഒരു 2-3 ഡ്രോപ്സ് എണ്ണ ഒരു കുഞ്ഞ ടിഫിൻ ബോക്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എണ്ണ ഒന്ന് തേച്ച് പുരട്ടി കൊടുക്കാം. നമ്മുടെ ചക്ക നമ്മൾ പ്ലേറ്റിലോട്ട് കമത്തുമ്പോൾ അത് ഈസി ആയിട്ട് വീഴാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് തേച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി അതിന് ശേഷം നമുക്ക് നമ്മുടെ ചക്ക ആദ്യമേ തന്നെ ഇതിലേക്ക് ടിഫിൻ ബോക്സിലേക്ക് മാറ്റാം. കുറച്ച്
ഒന്നും ചെയ്തില്ലെങ്കിലും ഇത് സെപ്പറേറ്റ് ഉണ്ടാക്കി കഴിച്ചാൽ മതി. ഇതിന് ശേഷം നമുക്ക് ടോപ്പിലോട്ട് കുറച്ച് ചക്കയും കൂടെ വെച്ച് കൊടുക്കാം. അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പം ഞാനൊരു തുണി കൂട്ടിയാണ് നമ്മൾ ഇനി പ്ലേറ്റിലോട്ട് മാറ്റുന്നത്. ഇത് നല്ലതായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം. വെച്ചിട്ട് നമുക്കൊന്ന് എടുത്ത് നമ്മുടെ പ്രോൺസ് നമുക്ക് സൈഡിൽ കാണാം. മുകളിലും താഴെയും ചക്കയുണ്ട്. ഒരു നമ്മുടെ സൈഡിലോട്ട് നമുക്ക് കുറച്ച്, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ വിഷു ഒക്കെ ആയിരുന്നല്ലോ, നമ്മുടെ സദ്യ മാങ്ങ അച്ചാറ്, നമ്മൾ പച്ചക്കിട്ട മാങ്ങ അച്ചാറാണ്, അതുകൂടെ വെച്ച് കൊടുക്കാം. നമ്മളെ സദ്യയിലൊക്കെ കിട്ടുന്ന ടൈപ്പ് വെളിച്ചെണ്ണ ഉപയോഗിച്ച്, നല്ലെണ്ണ ഉപയോഗിച്ചല്ല വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചെയ്യുന്ന മാങ്ങ അച്ചാറാണ്. നല്ല ടേസ്റ്റാണ്. പിന്നീട് ഒരു ദിവസം നമുക്ക് അത് നമ്മുടെ വീഡിയോയിൽ ചെയ്യാം. അതിനോടൊപ്പം തന്നെ കുറച്ച് പ്രോൺസും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ച് പ്ലേറ്റ് വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മുടെ ചക്ക, പ്രോൺസ്, മാങ്ങ ടിഫിൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. അപ്പോൾ താങ്ക് യു ഫോർ ഓൾ ദി സപ്പോർട്ട്. കീപ് സപ്പോർട്ടിങ്. ലവ് യു ഓൾ.